ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കേക്കാണ്, മാംഗോ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഇതിനകത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടു. 1/2 കപ്പാണ് ആദ്യം ഇട്ടത്, പിന്നെ ഒരു 1/4 കപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. മാങ്ങയ്ക്ക് മധുരമുണ്ട്, അതുപോലെ നാരില്ലാത്ത മാങ്ങയാണ് നല്ലത്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്, നല്ല കട്ട തൈര്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കനോല ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലും മാങ്ങയും ഒക്കെയുള്ള മിക്സിനകത്തിലേക്ക് കുറേശ്ശെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടെല്ലാം കൂടെ ഒരുമിച്ചിടാൻ പാടില്ല, കുറേശ്ശെ വേണം നമ്മളത് ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം അത് മുഴുവനും ഇട്ട് കഴിഞ്ഞു. എന്നിട്ടത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാൻ പറ്റും. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ മാവ് മുഴുവൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഒരു സ്ക്യൂസർ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലെ എയറെല്ലാം പോകും. എന്നിട്ടിതൊന്ന് ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നമുക്ക് ഓവനകത്തിലേക്ക് ഇനി വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് എടുത്തു. കറക്റ്റായിട്ട് നല്ല അടിപൊളി കേക്ക് റെഡിയായി കിട്ടി. ഞാനിതൊന്ന് കൊത്തി നോക്കി, ഒട്ടും ഇതിൽ പിടിച്ചിട്ടില്ല. അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.